എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. അപ്പോൾ കേഡറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ കാറ്റഗറി 2 സോഷ്യൽ സയൻസ് ആണ്. അവിടെ നമുക്ക് 60 മാർക്കാണ് സോഷ്യൽ സയൻസ് വരുന്നത് അല്ലെ, പാർട്ട് എയില്. അതിൽ 20 മാർക്ക് പെഡഗോജി ആണെങ്കിൽ 40 മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് അങ്ങനെയുള്ള ടോപ്പിക്കുകളായിട്ട് വരുന്നത്. അപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഗാന്ധിജി. മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും 1-2 ഈ പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ സ്കൂളിൽ ചെറിയ ക്ലാസ് മുതൽ തന്നെ മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവയൊക്കെ തന്നെയാണ് ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. അപ്പൊ നമുക്ക് അധികം സമയം കളയേണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പൊ ഇതേപോലെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക താഴെ. അപ്പൊ നമ്മൾ കൂടുതൽ വീഡിയോസ് ഈ ഒരു ചാനലിൽ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആരാണ്? അപ്പൊ ഗാന്ധിജി ഒരുപാട് ആൾക്കാരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, ഗാന്ധിജിയെ ഒരുപാട് ആൾക്കാർ വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ വിശേഷണങ്ങൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഓപ്ഷൻ എ ആണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ്. എന്നാൽ മഹാത്മാഗാന്ധിയെ അല്ലെങ്കിൽ എന്താണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോർ ആണ്. മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ ആണ്. അപ്പോ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതിലൂടെയായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധിജിയുടെ പ്രവേശനം? നിസ്സഹകരണ പ്രസ്ഥാനം, ബർദോളി സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, ദണ്ഡി മാർച്ച്. അപ്പോ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കൻ ജീവിതമൊക്കെ അവസാനിപ്പിച്ചിട്ട് 1915 ഇന്ത്യയിലേക്ക് എത്തുന്നത് അല്ലെ. 1915 ഇന്ത്യയിൽ വന്നതിന് ശേഷം ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. 1917 നടക്കുന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അതാണ് ഒരു ദേശീയ പ്രക്ഷോഭം അല്ലെങ്കിൽ എന്താണ് ദേശീയ തലത്തിലേക്ക് ശ്രദ്ധയെ ആകർഷിച്ച ഒരു സമരമായിരുന്നു അത് അല്ലെ. അപ്പൊ നീലം കർഷകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധിജിയുടെ പ്രവേശനം എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ചമ്പാരൻ സത്യാഗ്രഹം. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം 1917 ചമ്പാരൻ സത്യാഗ്രഹം. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതെന്ന് ചോദിച്ചാൽ ചമ്പാരനാണ് അല്ലെ. അതേപോലെ തന്നെ നിരാഹാര സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ആദ്യ നിരാഹാര സമരം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. ബാക്കി എല്ലാതും ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും ആദ്യത്തെ ഏതാണ്? ചമ്പാരനാണ്. അടുത്തത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞേ ഉള്ളൂ അല്ലെ. ഏതാണ് വർഷം? 1915. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ലണ്ടനിലേക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പോകുന്നത്. ദക്ഷിണാഫ്രിക്കയില് എന്താണ് ദാദാ അബ്ദുള്ള ആ കമ്പനിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കേസ് വാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ അത് കഴിഞ്ഞ് ദക്ഷിണാഫ്രിക്കൻ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം 1915 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പൊ അതിന് ഡേറ്റ് ഉണ്ട്. ആ ഒരു ഡേറ്റ് ആണ് നമ്മൾ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഡേറ്റ് ഏതാണ് ആ പ്രവാസി ദിനം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം. എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ചെയ്തേക്കാം എന്നാണ് പ്രവാസി ദിനം എന്നുള്ളത്. അടുത്തത്. മഹാത്മാഗാന്ധി പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനം 1, 2, 3, 4. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആകെ 3 വട്ടമേശ സമ്മേളനങ്ങളെ നടന്നിട്ടുള്ളൂ അല്ലെ. 30, 31, 32. 1930, 1931, 1932. അപ്പോ ഒന്നാം വട്ടമേശ സമ്മേളനം, എല്ലാ വട്ടമേശ സമ്മേളനങ്ങളും നടക്കുന്നത് എവിടെയാണ്? ലണ്ടനിൽ വെച്ചിട്ടാണ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തില്
INCയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് INCയുടെ പ്രതിനിധിയായിട്ട് ആര് പങ്കെടുക്കുന്നത്? മഹാത്മാഗാന്ധി പങ്കെടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി പങ്കെടുക്കുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ലണ്ടനിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ക്ലിയർ ആണല്ലോ? അങ്ങനെ എപ്പോഴും ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ്, 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തി ആരാണെന്ന്. ആരാണ്? BR അംബേദ്കർ ആണ്. BR അംബേദ്കർ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തിയാണ്. 1930, 31, 32 3 വർഷങ്ങളിലായിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ വെച്ച് നടക്കുന്നത്. അടുത്ത നോക്കൂ, ഇന്ത്യ ചരിത്രത്തിലെ ഗാന്ധിയൻ യുഗം എന്ന് വിളിക്കാവുന്ന കാലഘട്ടം. അപ്പൊ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം നമ്മള് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ് 1915 മഹാത്മാഗാന്ധി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് എത്തിയത് എന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്ന് അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 1948 അദ്ദേഹം അന്തരിക്കുന്നത് അല്ലെ. കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, വെടിയേറ്റാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ 48 ജനുവരി 30 അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പൊ അതുവരെയുള്ള കാലഘട്ടം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1915, 1948 ഈ ഒരു കാലഘട്ടത്തിനെയാണ് ഗാന്ധിയൻ യുഗം എന്ന് ചരിത്രത്തില് വിളിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിയൻ ഇറ എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ നമുക്ക് പഠിക്കണം അല്ലെ. 1915 മുതൽ 1948 വരെ, അതായത് ചമ്പാരൻ സത്യാഗ്രഹം മുതൽ എവിടെ വരെ? ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഏറ്റവും അവസാനത്തെ ബഹുജന പ്രക്ഷോഭം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും അവസാനത്തെ ബഹുജന പ്രക്ഷോഭം എന്ന് പറയുന്നത് 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ് അല്ലെ. അതിനുശേഷം പിന്നീട് എന്താണ്? ക്യാബിനറ്റ് മിഷന്റെ വരവും അങ്ങനെ മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാവുന്നതും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാവുന്നതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും അതൊക്കെ വേറെ വേറെ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകുന്നു. പക്ഷെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ്. 1942 ബഹുജന പ്രക്ഷോഭം ഉണ്ടായത്. 48 അദ്ദേഹം അന്തരിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തത്, സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഈ വാക്കുകൾ ആരുടേതാണ്? ഇപ്പൊ നമ്മള് ഈ ഒരു വീഡിയോ ഗാന്ധിജിയെ റിലേറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം അറിയായിരിക്കും, മഹാത്മാഗാന്ധിയാണ് എന്നുള്ള കാര്യം. പക്ഷെ പാഠപുസ്തകത്തില് ഇങ്ങനെയുള്ള കോഡ്സ് ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗങ്ങള്, കോഡ്സുകള് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കണം. അതിപ്പോ ഏതൊരു പരീക്ഷയ്ക്കായാലും, ഒരു PSC പരീക്ഷയ്ക്കാണെങ്കിലും അവിടെ ചോദിക്കാറുണ്ട്. ഹിസ്റ്ററിയിൽ നിന്നും എക്കണോമിക്സിൽ നിന്നൊക്കെ കോഡ്സ് ചോദിക്കാറുണ്ട്. അങ്ങനെ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു കോഡ്സ് ആണ്, സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്നും ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഈ വാക്കുകൾ ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഓപ്ഷൻ സി ആണ് ഗാന്ധിജി. കേട്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറ്. നിങ്ങൾ പ്രീവിയസ് ആയിട്ട് നടന്ന കേട്ടിട്ട് സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അവിടെ 12 മാർക്കാണ് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് വരാറുള്ളത്. അതില് 2 ക്വസ്റ്റ്യൻ വരെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്? മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സമരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും കൃതി അല്ലെങ്കിൽ എന്താ പറയുക ന്യൂസ് പേപ്പറോ പ്രസിദ്ധീകരണോ സമരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഭാഗം കൃത്യമായിട്ട് പഠിക്കണം. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ശരിക്കും മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട്. ഒന്നൊന്നിനെ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മഹാത്മാഗാന്ധി. ഓക്കെ, ഗാന്ധിജി ഏത് ഭാഷയിലാണ് ആത്മകഥ രചിച്ചത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലെ. അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാതൃഭാഷ ഏതാണ്? ഗുജറാത്തിയാണ് അല്ലെ. അപ്പോ ഏത് ഭാഷയിലാണ് അദ്ദേഹം ആത്മകഥ രചിച്ചത്? ഗുജറാത്തി ഭാഷയിലാണ് ആത്മകഥ രചിച്ചത്. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായി ആണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മഹാദേവ് ദേശായി ആണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ സത്യാന പ്രയാഗ എന്നാണ് അതിന്റെ പേര് അല്ലെ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് മലയാളത്തിലും.
അപ്പൊ സത്യാനപ്രയാഗ എന്നുള്ള പേരില് അദ്ദേഹം രചിച്ചത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ്. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ഉത്തരം. അടുത്തൊരു ചോദ്യം, ഗാന്ധിജി ഇംഗ്ലീഷിൽ ആരംഭിച്ച വാരികയുടെ പേര്? ഓപ്ഷൻസ് നോക്കി, നവജീവൻ, ഹരിജൻ, യങ് ഇന്ത്യ, ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് എന്തായാലും ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല അല്ലെ. ഗാന്ധിജിയൊക്കെ ജനിക്കുന്നതിനൊക്കെ മുൻപേ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് ബംഗാൾ ഗസറ്റ്. അപ്പൊ അതല്ല. എന്നാൽ ഇവിടെ ഹരിജനും യങ് ഇന്ത്യയും ഇത് രണ്ടും ഗാന്ധിജി ആരംഭിച്ച ഇംഗ്ലീഷിലുള്ള പ്രസിദ്ധീകരണങ്ങളാണ്. എന്നാൽ ഹരിജൻ എന്ന് പറയുന്നത് പത്രമാണ്, ഇംഗ്ലീഷിലുള്ള പത്രമാണ്. എന്നാൽ യങ് ഇന്ത്യ എന്ന് പറയുന്നത് വാരികയാണ്. കണ്ട, ഓപ്ഷനിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോ ഈ ഹരിജൻ എന്താണ്? ഇംഗ്ലീഷിലുള്ള പത്രമാണ്. ഗാന്ധിജി ആരംഭിച്ച ഇംഗ്ലീഷിലുള്ള പത്രം ഏതെന്ന് ചോദിച്ചാൽ ഹരിജൻ ഉത്തരം. എന്നാൽ ഇംഗ്ലീഷിൽ ആരംഭിച്ച വാരിക ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏത് പോണം? യങ് ഇന്ത്യ. ഏതാണ്? യങ് ഇന്ത്യയാണ് ഉത്തരം. ക്ലിയർ അല്ലേ? കണ്ടോ, ഓപ്ഷൻ അപ്പൊ തെറ്റിപ്പോവരുത്. ഹരിജൻ എന്നുള്ളത് ഇംഗ്ലീഷിലുള്ള പത്രവും യങ് ഇന്ത്യ വാരികയുമാണ്. അതേപോലെ തന്നെ നവജീവൻ അദ്ദേഹത്തിന്റെ വാരിക തന്നെയാണ് കേട്ടോ, വീക്കിലി തന്നെയാണ് നവജീവൻ എന്ന് പറയുന്നതും. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ്, യങ് ഇന്ത്യയാണ് ഇംഗ്ലീഷിലുള്ള വാരിക എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി അല്ലെ. ഇതെല്ലാം ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. സ്ഥിരമായി ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഒക്ടോബറോട് കൂടിയൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ അധികം ദിവസമില്ല നോട്ടിഫിക്കേഷൻ വരാനായിട്ട് അല്ലെ. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ഒരുപാട് ട്രൈ ചെയ്തു, നല്ലോണം പഠിച്ചു. പക്ഷെ പരീക്ഷാ ഹാളിൽ ചെന്നപ്പോൾ കുറെ തെറ്റിപ്പോയി, വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരു അവസരം നഷ്ടപ്പെട്ടു പോയി, ഇനി അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി മുന്നിലുള്ള അവസരം കൃത്യമായിട്ട് നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ TTC അല്ലെങ്കിൽ BEd എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടറ്റ് പോലുള്ള ഒരു എലിജിബിലിറ്റി എക്സാം പാസ്സായിട്ടേ കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേട്ടറ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് DLEDോ TTC ഉള്ളവരാണ് എങ്കിൽ കേട്ടറ്റ് 1ഉം 2ഉം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. BEd ഉള്ളവർക്കാണെങ്കിൽ 2ഉം 3ഉം ഒക്കെ എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതനുസരിച്ചിട്ട് പ്രിപ്പറേഷൻ ഇപ്പോഴേ ആരംഭിക്കുക. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം LPSA NCA നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ ആ ഒരു കേട്ടറ്റ് റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസമായിരുന്നു NCA അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് അതുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റി. അത് നമുക്ക് റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്കാണ് NCA നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പൊ കുറെ പേർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റി. അപ്പൊ അതേപോലെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതെല്ലാം ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. അപ്പൊ നല്ല നല്ല അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകും. അപ്പൊ അതുപോലെ HSC ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പരീക്ഷകളാണ് അല്ലെ. അപ്പോൾ K3 ഒക്കെ എഴുതിയെടുക്കാനുള്ളവരാണ് എങ്കിൽ എഴുതിയെടുക്കുക, അപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കേട്ടറ്റ് കാറ്റഗറി 1, 2, 3, 4 ഇതിനൊക്കെയുള്ള ബാച്ചസ് നമ്മൾ പുതിയത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8589083568 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റിലാണ് കേട്ടിട്ട് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ജോയിൻ ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. നോട്ടിഫിക്കേഷനൊക്കെ വന്ന് അല്ലെങ്കിൽ അപേക്ഷിക്കലൊക്കെ കഴിഞ്ഞ് ഹോൾ ടിക്കറ്റ് വരുമ്പോഴൊക്കെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി നമുക്ക് താങ്ങാൻ പറ്റില്ല അല്ലെ. അപ്പോൾ സൈക്കോളജിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ഇംഗ്ലീഷിനും മലയാളത്തിനും ഒക്കെ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പഠിച്ചിട്ട് പോകാം. അപ്പോൾ എല്ലാ കോഴ്സസും ഇവിടെ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.